ഒളിഞ്ഞിരിക്കുന്ന മൾട്ടി ബാഗറുകളെ അല്ലെങ്കിൽ പ്രോമിസിംഗ് സ്റ്റോക്കുകളെ എങ്ങനെ കണ്ടെത്താം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്കൊന്ന് പുറകോട്ട് നോക്കിയാൽ 2015 നിങ്ങൾ 10,000 രൂപ ഒരു സാധാരണ വെഹിക്കിൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത് 70,000 രൂപ വരെ ആയിരുന്നു. എന്നാൽ അന്ന് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചിപ്പ് നിർമ്മാണ കമ്പനിയിലായിരുന്നു നിങ്ങളുടെ നിക്ഷേപമെങ്കിലും ഇന്നതിന്റെ മൂല്യം ഏതാണ്ട് 4 ലക്ഷം രൂപ അടക്കമായിരുന്നു. ഈ ഒരു അത്ഭുതകരമായ വളർച്ചയ്ക്ക് പിന്നിൽ രഹസ്യമാണ് മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ. സാധാരണക്കാർക്ക് പോലും ഒളിഞ്ഞിരിക്കുന്ന ഈ ട്രഷർ സ്റ്റോക്കുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന 5 പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? വില കൂടിയ സ്റ്റോക്കുകൾക്ക് പിന്നാലെ പോവുകയും ഭാവിയിൽ വളർച്ചാ സാധ്യതയുള്ള വില കുറഞ്ഞ സ്റ്റോക്കുകളെ അവഗണിക്കുകയും ചെയ്യുകയാണ് നമ്മളിൽ പലരും ചെയ്യുന്നത്. ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം മറ്റുള്ളവർ വാങ്ങുമ്പോൾ നമ്മളും കൂടെ വാങ്ങും. അതിന്റെ കാരണം ഇതാണ്: മറ്റുള്ളവർക്ക് ഒരു പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ബെനിഫിറ്റ് ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ പോകും. ഈ ഒരു ചിന്താഗതി മാറ്റാൻ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് 4 ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഈ ഒരു 4 ചോദ്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കമ്പനിയുടെ വരുമാനം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ സ്ഥിരമായിട്ട് വളർന്നിട്ടുണ്ടോ? ഉത്തരം യെസ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കമ്പനിയുടെ കടം അതിന്റെ ഇക്വിറ്റിയേക്കാൾ കുറവാണ്. തീർച്ചയായിട്ടും യെസ് ആണ് ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ. അതുപോലെ തന്നെ കമ്പനി ഉടമസ്ഥൻ അല്ലെങ്കിൽ പ്രൊമോട്ടർ സ്വയം ഓഹരികൾ ഈയിടെ കൂടുതൽ വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വിറ്റിട്ടുണ്ടോ? വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആൻസർ എങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ഒരു പോസിറ്റീവ് മൊമെന്റത്തിലാണ്. അപ്പോൾ അതും നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ആണ്. അടുത്തതായും അവസാനമായിട്ടുമുള്ള ചോദ്യം ഇതാണ്: കമ്പനി പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് അടുത്ത 5 വർഷത്തേക്ക് വളർച്ചാ സാധ്യതയുണ്ടോ? യെസ് എന്ന ആൻസർ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ലെവൽ അക്സെപ്റ്റൻസ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമാണ് ഇനി ആവശ്യം. അപ്പൊ ഈ ചോദ്യങ്ങൾ ഒരു കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കരുത്ത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ശരിയായ വളർച്ചാ മേഖല എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഒരു മൾട്ടി ബാഗർ കണ്ടെത്താൻ ആദ്യം വളർച്ചാ സാധ്യതയുള്ള ഒരു മേഖലയെ കണ്ടു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മോട്ടോർ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ചിപ്പ് നിർമ്മാണ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ആ ഒരു സെക്ടറിലേക്ക് കടക്കുകയും ചെയ്യുന്നതായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ആ ഒരു ഡിസിഷൻ ആരെടുക്കും, എങ്ങനെ കണ്ടെത്താൻ കഴിയും, അതൊക്കെയായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള അടുത്ത ചോദ്യം. നിലവിൽ ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങൾ, റിന്യൂവബിൾ എനർജി, ഡിജിറ്റൽ ഹെൽത്ത് തുടങ്ങിയ മേഖലകൾക്ക് ഇനിയും ഒരു 90% വരെ വളരാൻ സാധ്യതയുണ്ട്. CMIE സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി ഡാറ്റാബേസിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയ കമ്പനികളെ കണ്ടെത്തുന്നത് ഒരു വളരെ നല്ല വഴിയാണ്, അല്ലെങ്കിൽ ഒരു മികച്ച വഴിയാണ്. ഒരു കമ്പനി പുതിയ യന്ത്രങ്ങളിലും അവരുടെ എക്വിപ്മെന്റ്സിലും അതുപോലെ തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലും പണം മുടക്കുന്നുണ്ടെങ്കിൽ അവർ ഭാവിയിലെ വളർച്ചയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കമ്പനികളെ കണ്ടെത്തുകയും ആ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വളർച്ചാ സാധ്യത പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ മുന്നോട്ടുണ്ട് എന്ന് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഫണ്ടമെന്റൽ അനാലിസിസ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ലളിതമായിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മുമ്പിലെ ചോദ്യം. ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് PEG റേഷ്യോ. ഇത് PE റേഷ്യോയെ കമ്പനിയുടെ ലാഭ വളർച്ചയുമായിട്ട് താരതമ്യം ചെയ്യുന്നു. PE റേഷ്യോ ബൈ ഡിഫാൾട്ട് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യും. അതിന്റെ കൂട്ടത്തിലാണ് PEG റേഷ്യോ കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. PEG റേഷ്യോ 1-ൽ താഴെയാണെങ്കിൽ ഷെയർ പ്രൈസ് കുറഞ്ഞതാണെന്ന് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഫ്രീ ക്യാഷ് ഫ്ലോ. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൽ നിന്ന് എല്ലാ ചെലവുകളും കഴിഞ്ഞ് മിച്ചം വരുന്ന തുകയാണിത്. പോസിറ്റീവ് FCF ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രതയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഫിനാൻഷ്യലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയെ കണ്ടെത്താൻ FCF കൊണ്ട് നമുക്ക് കഴിയും. അടുത്തതായിട്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി, അതായത് കടബാധ്യത. ഈ ഒരു അനുപാതം നോക്കുകയാണെങ്കിൽ 0.5-ൽ താഴെയാണെങ്കിൽ കമ്പനിക്ക് വലിയ കടബാധ്യതകളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഒരു വളർച്ചാ പൊട്ടൻഷ്യൽ നൽകിയേക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നല്ലൊരു ശതമാനം അവരുടെ ഇൻട്രസ്റ്റിലും അത്തരത്തിലുള്ള ചെലവുകളിലേക്ക് തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കടം കുറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലാഭം നമുക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അതുകൊണ്ടുള്ള ഗുണമുണ്ടാവും, കമ്പനിക്ക് വളർച്ചയാണ്. ഏറ്റവും അവസാനമായി ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നിക്ഷേപിച്ച ക്യാപിറ്റലിൽ നിന്ന് കമ്പനി എത്രത്തോളം ലാഭമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ROC കാണിക്കുന്നത്. ROC 15%-ൽ കൂടുതലുള്ളത് മികച്ച പ്രകടനമായിട്ട് കണക്കാക്കാം. ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് പരിഗണിച്ചാൽ ആയിരക്കണക്കിന് സ്റ്റോക്കുകളിൽ നിന്ന് നിങ്ങളുടെ ലിസ്റ്റ് 20 അല്ലെങ്കിൽ 30 ഒക്കെ ആക്കി ചുരുങ്ങിയേക്കും. അപ്പൊ അത്തരത്തിൽ വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്ന കമ്പനികളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ടെക്നിക്കൽ അനാലിസിസോ മറ്റ് അനാലിസിസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ ആ കമ്പനികളെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് വേണ്ട ബ്രേക്ക് ഔട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇനിയും മുന്നോട്ടേക്ക് കുതിക്കുന്ന കമ്പനികളെ എളുപ്പത്തിൽ കണ്ടെത്താനും എളുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സഹായിക്കും.
അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ലിസ്റ്റിംഗിനായിട്ട് സ്ക്രീനർ ഉപയോഗിച്ച് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ലൈവായിട്ട് കാണാം. സ്ക്രീനർ പോലെയുള്ള വെബ്സൈറ്റുകളിൽ ഈ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓഹരികൾ കണ്ടെത്താൻ കഴിയും. ഫിൽറ്റർ ബോക്സിൽ റവന്യൂ ഗ്രോത്ത് 3 years greater than 20% എന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റോക്സ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. പ്രോഫിറ്റ് ഗ്രോത്ത് 3 years greater than 20%. അടുത്ത ക്വയറി ആണ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റോക്സ് ഫിൽറ്റർ ചെയ്തത് എണ്ണത്തിൽ കുറഞ്ഞത് കാണാൻ കഴിയും. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 0.5. ഇതെല്ലാം ആൻഡ് വെച്ച് കണക്ട് ചെയ്യണം. ഡെപ്റ്റ് ടു ഇക്വിറ്റി കൂടി നമ്മളിവിടെ ഫിൽറ്റർ ചെയ്തപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത നമ്പർ ഓഫ് സ്റ്റോക്സ് ഇനിയും കുറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ROC greater than 15%. 15% മുകളിൽ ROC ഉള്ള കമ്പനികളെ കൂടി നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വളരെ നല്ല ഒരു സെറ്റ് ഓഫ് കമ്പനീസിനെയാണ് ഇവിടെ ഫിൽറ്റർ ചെയ്ത് ലഭിച്ചിരിക്കുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ 0, ഡെപ്റ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 0.5 നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ROC കൂടി നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള കമ്പനികളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ലഭിക്കുന്ന ലിസ്റ്റ് നിങ്ങളുടെ പഠനത്തിന്റെ ഒരു വളരെ നല്ല തുടക്കമായിരിക്കും. ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ നല്ല രീതിയിലുള്ള റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും. അടുത്ത ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടെക്നിക്കൽ ടൈം. നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തിയാൽ മാത്രം മതിയാവുമോ? നമ്മൾ കണ്ടെത്തിയ സ്റ്റോക്കിൽ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ആര് തരും, എവിടെ നിന്ന് ലഭിക്കും? നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തിയാൽ വാങ്ങാനും വിൽക്കാനും ശരിയായ സമയം കണ്ടെത്തണം. ഇതിന് ടെക്നിക്കൽ അനാലിസിസ് സഹായിക്കും. ഒരുപാട് ടെക്നിക്കൽ അനാലിസിസ് ടൂളുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൂളുകൾ നമ്മൾ കണ്ടെത്തണം. കുറച്ച് ബേസിക് ടൂളുകൾ ഞാൻ പറഞ്ഞു പോകാം. RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSI 30 താഴെയാണെങ്കിൽ ഓഹരി ഓവർസോൾഡ് ആണെന്നും വില തിരികെ കയറാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കാം. 70 മുകളിലാണെങ്കിൽ ഓവർബോട്ട് ആയിട്ടും കണക്കാക്കാം. അതുപോലെ തന്നെ 50-day മൂവിംഗ് ആവറേജ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽസ് ഉള്ള ഒരു ഓഹരിയുടെ വില അതിന്റെ 50-day മൂവിംഗ് ആവറേജിന് താഴെയാണെങ്കിൽ അത് ഡിസ്കൗണ്ടിൽ വാങ്ങാനുള്ള അവസരമായിട്ട് കണക്കാക്കാം. അതേസമയം ഓഹരിയുടെ വില 200 മൂവിംഗ് ആവറേജിന് മുകളിലുമായിരിക്കണം. അപ്പോൾ ആ ഒരു ട്രെൻഡ് നമുക്ക് അനുകൂലവും ഇപ്പോഴത്തെ വില നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു റേഞ്ചിലും ആണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ AI ആൻഡ് ഡാറ്റ ട്രിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ഷൻ നമുക്ക് ഈസിയാക്കാൻ പറ്റുക? ഡാറ്റയുടെ സാധ്യതകൾ സാധാരണക്കാർക്കും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഗൂഗിൾ ട്രെൻഡ്സിൽ ലിഥിയം അയോൺ എന്ന വാക്കിനായിട്ട് തിരച്ചിൽ വർദ്ധിക്കുന്നത് ഇലക്ട്രിക് വാഹന മേഖലയിലെ വളർച്ചയെ സൂചിപ്പിക്കും. ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട അധികമാരും ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ കമ്പനികളെ കണ്ടെത്തി അത്തരത്തിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കമ്പനികളെ കണ്ടെത്തുന്നത് ആ ഒരു കൃത്യ സമയത്ത് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിംഗിൽ നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ നഷ്ടസാധ്യതകൾ നിയന്ത്രിക്കാൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഡൈവേഴ്സിഫിക്കേഷൻ, സ്റ്റോപ്പ് ലോസ് ആൻഡ് റീബാലൻസ്. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ? നിങ്ങളുടെ നിക്ഷേപം 15-20 ഓഹരികളായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഒരു ഓഹരിയിൽ തന്നെ നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ 10% കൂടുതൽ മുടക്കാതിരിക്കുക. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്, ഒരു ഓഹരി വാങ്ങുമ്പോൾ തന്നെ എത്ര നഷ്ടം സഹിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് തീരുമാനിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കും. നാളെ കൂടി ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ബാക്കിയുണ്ടാകും. അതുപോലെ തന്നെ റീബാലൻസിങ്, ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോ പരിശോധിച്ച് വില കുറഞ്ഞ ഓഹരികൾ വാങ്ങുകയും കൂടിയവ വിൽക്കുകയും ചെയ്യുക. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. സ്ക്രീനറിൽ ഫിൽറ്ററുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ കണ്ടെത്തിയ ഒരു സ്റ്റോക്കിന്റെ പേര് കമന്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റോക്കിനെ പറ്റി അടുത്ത വീഡിയോയിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കമ്പനി കേസ് സ്റ്റഡി ഞാൻ റഫായിട്ട് പറയുകയാണ്. പ്രത്യേകിച്ച് ഒരു കമ്പനിയെ കുറിച്ചല്ല. ഫോർ എക്സാമ്പിളിന് 2020 വളരെ ചെറിയ വരുമാനം ഉണ്ടായ ഒരു കമ്പനി 120 കോടിയിൽ നിന്ന് 300 കോടിയായിട്ട് കമ്പനിയുടെ വരുമാനം വർദ്ധിച്ചു. കടം വളരെ കുറവായിരുന്നു, ലെസ് ദാൻ 0.3 ആയിരുന്നു. ROC 28% ആയിരുന്നു. അത് 120 രൂപ വില ഉണ്ടായിരുന്ന ആ ഓഹരിക്ക് ഇന്ന് 780 രൂപയാണ് വില. കാരണം അവർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി. ഇത്തരം സൂചനകൾ അപ്പൊ മുമ്പ് കണ്ട ആ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു വലിയ രീതിയിലുള്ള ആ ഒരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാമായിരുന്നു. ഇത്തരം സൂചനകൾ കമ്പനിയുടെ വാർഷിക റിപ്പോർട്ടിലെ മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് എന്ന ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം ആ ഒരു ഡേറ്റ നമ്മൾ അവരുടെ ഇയർലി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ല അവസരം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് നമുക്ക് കടക്കാം. സാധാരണ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ ഒഴിവാക്കാം? സാധാരണ ചെയ്യുന്ന തെറ്റുകൾ ഇവയൊക്കെയാണ്. ഫണ്ടമെന്റൽസ് പരിശോധിക്കാതെ 52 വീക്കിലെ ഏറ്റവും താഴ്ന്ന വിലയിൽ ഷെയർ വാങ്ങരുത്.
നമ്മൾ കാണുമ്പോൾ തന്നെ 52 വീക്ക് ലോയിലാണ് ആ ഒരു ഷെയർ പ്രൈസ് ഉള്ളത്. ഓക്കെ, ഇത് വാങ്ങാൻ പറ്റിയ അവസരമാണ് എന്ന് കരുതി ചാടിക്കേറി വാങ്ങരുത്. കാരണം ഫണ്ടമെന്റൽസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഷെയർ പ്രൈസ് താഴേക്ക് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി 52 വീക്ക് ലോയിൽ എത്തുകയാണെങ്കിൽ മാത്രം ബൈയിങ് ഓപ്ഷൻ ആലോചിക്കാം. ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ടിപ്പുകളും മറ്റും വിശ്വസിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തരുത്. നിങ്ങളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടായിരിക്കണം. ഏതൊരു സ്റ്റോക്കിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിച്ചാലും നിങ്ങളുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്റ്റഡിയോട് കൂടി തന്നെ വേണം അവർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി മാത്രം നോക്കി ഓഹരി വാങ്ങരുത്. ഡെറ്റ്, ROCE തുടങ്ങിയവ കൂടി തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിപണിയിലെ ആ ഒരു ഫ്ലക്ച്വേഷൻസിൽ, കയറ്റിറക്കങ്ങളിൽ ഭയന്നോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ആവേശം കൊണ്ടോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കൊണ്ടോ ഒക്കെ തീരുമാനങ്ങൾ എടുക്കരുത്. ചാടിക്കേറി ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്ത് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. മൾട്ടിബാഗർ സ്റ്റോക്കുകൾക്ക് വളരാൻ സമയം ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. നിധികൾ കണ്ടെത്തുന്നത് ഭാഗ്യമല്ല, മറിച്ച് കൃത്യമായ പഠനത്തിന്റെയും സ്ട്രാറ്റജികളുടെയും ഫലമാണ്. ശരിയായ മേഖല കണ്ടെത്തുക, ഫണ്ടമെന്റൽസ് അനാലിസിസ് ചെയ്യുക, സ്ക്രീനറുകൾ ഉപയോഗിക്കുക, ടെക്നിക്കൽ അനാലിസിസിലൂടെ കൃത്യമായ എൻട്രി ടൈം കണ്ടെത്തുക. ഇവയൊക്കെ ചേരുമ്പോൾ നിങ്ങൾക്ക് വിപണിയിലെ നിധികളെ കണ്ടെത്താൻ കഴിയും. അപ്പോ ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. ചെറിയ തുകയ്ക്ക് ഈ ഒരു തന്ത്രങ്ങൾ പരീക്ഷിച്ച് തുടങ്ങാവുന്നതേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കുക. അപ്പൊ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്.